മർദ്ദനമേറ്റ സഹപ്രവർത്തകന് നീതി ഉറപ്പാക്കാനോ വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെ മിണ്ടാനോ പോലീസിന് ഭയമാണ്. പോലീസുകാരനെ മർദ്ദിച്ച SFI പ്രവർത്തകർക്കെതിരെ പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി നിഷേധിച്ചതോടെ പോലീസ് അസോസിയേഷൻ യോഗത്തിൽ കയ്യാങ്കളിയും ബഹളവും. നെടുമങ്ങാട് നടന്ന തിരുവനന്തപുരം റൂറൽ ജില്ലാ സമ്മേളനത്തിലാണ് പോലീസുകാർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത് എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. തലസ്ഥാനത്തെ മാളിൽ വെച്ച് AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ മിഥുൻ റോയിയെ SFI പ്രവർത്തകർ വളഞ്ഞിട്ട് മർദ്ദിച്ച സംഭവത്തിൽ പ്രമേയം വേണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. എന്നാൽ ഔദ്യോഗിക വിഭാഗം ഇതിനെ ശക്തമായി എതിർത്തു. SFI ഗുണ്ടകൾ എന്ന പ്രയോഗം കൂടി വന്നതോടെ വാഗ്വാദം മുറുകി. അസോസിയേഷന്റെ പിന്തുണ പോലീസിനോ അതോ രാഷ്ട്രീയക്കാർക്കോ എന്ന വിമർശനം ഉയർന്നതോടെ യോഗം അലങ്കോലമായി. നേരത്തെ സിറ്റി ജില്ലാ സമ്മേളനത്തിലും സമാനമായ രീതിയിൽ പ്രതിഷേധം ഇരമ്പിയിരുന്നു. മർദ്ദനമേറ്റ മിഥുൻ റോയിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുകയും ആക്രമിച്ച SFIക്കാർക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചേർത്ത് വിട്ടയക്കുകയും ചെയ്ത നടപടി സേനയ്ക്കുള്ളിൽ വലിയ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. ഇതിനിടെ മർദ്ദനമേറ്റ മിഥുൻ റോയിക്കെതിരെ തന്നെ കടുത്ത വകുപ്പുതല നടപടിക്കുള്ള നീക്കവും തകൃതിയാണ്. മിഥുന്റെ മുൻകാല ഇടപെടലുകൾ കുത്തിപ്പൊക്കിയാണ് ഇപ്പോൾ നടപടിക്ക് വഴിയൊരുങ്ങുന്നത്. DSP തലത്തിലുള്ള 3 അന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മിഥുനെ സസ്പെൻഡ് ചെയ്തേക്കുമെന്നാണ് വിവരം. 1.5 വർഷം മുൻപ് പേട്ട സ്റ്റേഷനിൽ വെച്ച് DYFI നേതാവിനെ പിഴയെടുപ്പിച്ചതുമായി ബന്ധപ്പെട്ട തർക്കവും ശംഖുമുഖത്ത് വെച്ച് SFIക്കാരെ മർദ്ദിച്ചെന്ന ആരോപണവുമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥനെതിരെ ആയുധമാക്കുന്നത്. മദ്യപിച്ച് വാഹനമോടിച്ച് പ്രശ്നമുണ്ടാക്കിയെന്ന വട്ടിയൂർക്കാവിലെ സംഭവത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ പോലീസ് തന്നെ വേട്ടയാടുകയാണെന്നും താൻ ആത്മഹത്യയുടെ വക്കിലാണെന്നും മിഥുൻ റോയ് പറയുന്നു. എന്നാൽ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റ ദൂഷ്യം ഉയർത്തിക്കാണിച്ച് നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ഉന്നതതല തീരുമാനം. തുടർച്ചയായ അക്രമങ്ങളും പോലീസിന്റെ സമീപനവും കാരണം താൻ ആത്മഹത്യയുടെ വക്കിലാണെന്ന് മാളിൽ SFI പ്രവർത്തകരുടെ മർദ്ദനമേറ്റ മിഥുൻ റോയ് പറഞ്ഞു. മാളിൽ SFI പ്രവർത്തകരെ ആദ്യം ആക്രമിച്ചത് മിഥുൻ റോയിയാണെന്ന് ജില്ലാ സെക്രട്ടറി MA നന്ദൻ പറഞ്ഞു. 2023 ഓഗസ്റ്റിൽ പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹെൽമറ്റ് പരിശോധനയുമായി ബന്ധപ്പെട്ട് DYFI നേതാവ് ഉൾപ്പെട്ട തർക്കം മുതൽ മിഥുൻ റോയി നോട്ടപ്പുള്ളിയായിരുന്നു. ഇക്കൊല്ലം പുതുവർഷാഘോഷത്തിനിടെ ശംഖുമുഖത്ത് വിദ്യാർത്ഥികളെ മർദ്ദിച്ചതും വിവാദമായി. മിഥുൻ റോയ് കഴിഞ്ഞ ദിവസം ബൈക്കിൽ പേട്ട ഭാഗത്തേക്ക് പോകുന്നത് കണ്ട SFIക്കാർ പിന്നാലെ കൂടിയത് ഈ വൈരാഗ്യം വെച്ചാണ്. മാളിൽ SFI പ്രവർത്തകരെ ആദ്യം ആക്രമിച്ചത് മിഥുൻ റോയിയാണെന്ന് ജില്ലാ സെക്രട്ടറി MA നന്ദൻ പറഞ്ഞു. പുതുവത്സരാഘോഷത്തിനിടെ മിഥുൻ പ്രവർത്തകരെ കാരണമൊന്നുമില്ലാതെയാണ് മർദ്ദിച്ചത്. പിന്തുടർന്ന് ആക്രമിക്കുന്നത് സംഘടനയുടെ ശൈലിയല്ല. എവിടെ ജോലി ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി വിവാദത്തിലായ ഉദ്യോഗസ്ഥനാണ്. വർഷങ്ങളായി പിന്തുടർന്ന് ആക്രമിക്കുന്നുവെന്ന മിഥുന്റെ ആരോപണം ശരിയല്ലെന്നും നന്ദൻ പറഞ്ഞു.